ലോകത്ത് സ്വർണത്തിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ അതിൽ ആദ്യത്തേത് ഇന്ത്യയാണ്. എന്നാൽ ഈ ഡിമാൻഡ് അനുസരിച്ച് നമ്മുടെ രാജ്യത്ത് സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. നമ്മുടെ ആവശ്യത്തിൻ്റെ വലിയ ശതമാനം സ്വർണവും സ്വിറ്റ്സർലാൻഡ്, UAE, സൗത്ത് ആഫ്രിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ സ്വർണത്തിന് വില കുത്തനെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ സ്വർണം ഉൽപ്പാദിപ്പിച്ച് ലാഭം കൊയ്യാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. അതിനിടയിലാണ് രാജ്യത്തിന്റെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തി ഒഡീഷയിലെ സംസ്ഥാനത്ത് ഒന്നിലധികം ജില്ലകളിൽ സ്വർണ്ണ നിക്ഷേപമുണ്ടെന്ന വാർത്തകൾ വരുന്നത്. ഒഡീഷയിലെ സുന്ദർഗഡ്, നബരംഗ്പൂർ, കിയോഞ്ജർ, ദിയോഗഡ്, ബൗദ്, മാൽക്കാൻഗിരി, സാംബൽപൂർ ജില്ലകളിലാണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഖനനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുമുണ്ട്. മാത്രമല്ല മാരേദിഹി, സുലൈപത്, ബദാഹാംപാത് തുടങ്ങിയ പ്രദേശങ്ങളിലും സ്വർണത്തിനായുള്ള പരിവേഷണം നടക്കുന്നുണ്ട്. മുൻപ് കണ്ടെത്തിയ അഡാസ, റാംപള്ളി സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ വലുതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന നിക്ഷേപങ്ങൾ എന്നാണ് ഒഡീഷയിലെ ദിയോഗഡ് ജില്ലയിലെ ജിയോളജിക്കൽ സർവേകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഈ പ്രദേശത്ത് ചെമ്പ് പരിവേഷണം ചെയ്യുന്നതിനായുള്ള ശ്രമങ്ങളും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. GSI, ഒഡീഷ മൈനിങ് കോർപ്പറേഷൻ കൂടാതെ സംസ്ഥാന സർക്കാരും ചേർന്നാണ് ഇപ്പോൾ ഖനന നടപടികളുടെ നേതൃത്വം വഹിക്കുന്നത്. കിയോഞ്ജർ ജില്ലയിലെ ഗോപൂർ, ഗാസിപൂർ, സലേഖാന, ദിമിരിമുണ്ട പ്രദേശങ്ങളിലാണ് പ്രധാനമായും ഖനനം നടക്കുന്നത്. അതേസമയം ദിയോഗഡ് ജില്ലയിൽ ആദ്യത്തെ സ്വർണ്ണ ഖനന ബ്ലോക്ക് ലേലം ചെയ്യാനുള്ള നടപടികളും ഒഡീഷ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ഖനന മേഖലയിലെ തന്നെ നിർണായക ചുവടുവയ്പായിരിക്കും ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പ്രവർത്തനങ്ങൾ ഒഡീഷയിലെ ഖനന മേഖലയ്ക്ക് കരുത്തേകുന്നതിനോടൊപ്പം രാജ്യത്തിന്റെ സ്വർണ്ണ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉൽപാദനം കൂട്ടിയാൽ UAE പോലുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ കഴിയും. നിലവിൽ കർണാടകയിൽ നിന്ന് മാത്രമാണ് ഇന്ത്യ സ്വർണ്ണം ഉൽപ്പാദിപ്പിക്കുന്നത്. ആകെ സ്വർണ്ണ ഉൽപാദനത്തിന്റെ 80% ഇവിടുത്തെ ഹട്ടി ഖനിയിൽ നിന്നാണ്. ഹട്ടി ഗോൾഡ് മൈൻസ് കമ്പനിക്ക് കീഴിലായി ഹട്ടി, ഉട്ടി എന്നീ 2 ഖനികളാണ് പ്രവർത്തിക്കുന്നത്. പ്രതിവർഷം ഏകദേശം 1.8 ടൺ സ്വർണ്ണമാണ് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. അതേസമയം രാജ്യത്ത് സ്വർണ്ണ വില കുതിക്കുകയാണ്. ഇന്ന് ഗ്രാമിന് 85 രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ 22 ക്യാരറ്റ് 1 ഗ്രാം സ്വർണത്തിന് 8,510 രൂപയാണ് നൽകേണ്ടത്. 68,080 രൂപയാണ് ഇന്ന് 1 പൗൺ സ്വർണത്തിന്റെ വില. പണിക്കൂലിയും GSTയും ചേർത്ത് ഏറ്റവും കുറഞ്ഞത് 74,000 രൂപയെങ്കിലും 1 പവൻ ലഭിക്കാൻ നൽകേണ്ടി വരുമെന്നാണ് അവസ്ഥ. അതേസമയം ആഗോള സാഹചര്യങ്ങൾ ഇനിയും സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമാകുമെന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത്. അതായത് ഈ വർഷം പവന് വില 85,000 തൊടാനും സാധ്യത വളരെ കൂടുതലാണ്.